എല്ലാവർക്കും ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. സുഖാണോ? സന്തോഷാണോ? ഇവിടെ വന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൽ മഴയായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇങ്ങനെ നമുക്ക് കൂടി വരാനുള്ള ദൈവകൃപ ലഭിച്ചതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പരിശുദ്ധനായ മോർഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഈ ഇടവക, ഈ ദേശം ഏറെ അനുഗ്രഹമായി കൊണ്ടാടുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കൺവെൻഷനൊക്കെ ക്രമീകരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നും കൂടെ നമുക്ക് ശ്രവിച്ചുകൊണ്ട് നമ്മൾ പ്രധാന പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ ആമുഖമായിട്ട് 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കുക എന്നാണ് അച്ഛൻ വിചാരിക്കണേ. അതുകൊണ്ട് ഒന്നാമത് അച്ഛന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കണം. വചനം കേൾക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കണം. നല്ല മഴ പെയ്തു അല്ലേ? നല്ല മഴ പെയ്തു. ഉദാഹരണം പറഞ്ഞാൽ, ശക്തമായ മഴ പെയ്യുന്ന ഒരു ദിവസത്തില് ഒരു വലിയ വാർപ്പും ഒരു കുപ്പിയും വെക്കുക. വാർപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ചെമ്പ് വലിയ ചെമ്പും ഒരു കുപ്പിയും വെക്കുക. നന്നായിട്ട് മഴ പെയ്തു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ചെമ്പും കുപ്പിയും പരിശോധിച്ചു നോക്കുക. ചെമ്പിൽ ധാരാളം വെള്ളം ലഭിക്കും, കുപ്പിയിലാണെങ്കിലോ കുറച്ച് വെള്ളം ലഭിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ചെമ്പിൽ ധാരാളം വെള്ളം ലഭിക്കുന്നത്? അതിന്റെ വാവട്ടം വലുതായതുകൊണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്നു. കുപ്പിയുടെ വാവട്ടം ചെറുതായതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കട്ടോ, കുപ്പിയുടെ വാവട്ടം ചെറുതായതുകൊണ്ട് കുറച്ച് വെള്ളം ലഭിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവവചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കുന്നവർക്ക് നിറച്ച് ദൈവാനുഭവം കിട്ടും. അതല്ല, എന്തായാലും ഗീവർഗീസ് സഹദായുടെ പെരുന്നാളല്ലേ, കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടു, അന്ന് പോയേക്കാം. അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കലല്ലാണ്ട് വേറൊരു മാറ്റം ഉണ്ടാവില്ല. മറിച്ച് തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കണം. റേഡിയോ പരസ്യം കേട്ടിട്ടില്ലേ? കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ അല്ലേ? കേൾക്കണേനുള്ള കുറവൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം എന്തായിട്ട് മാറേണ്ടത്. തുറന്ന മനസ്സോടുകൂടെ വേണം നമ്മൾ ദൈവവചനം ശ്രവിക്കാൻ. രണ്ടാമത്തെ കാര്യം, കർത്താവ് എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. ഞങ്ങളോടല്ല, എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. ഷാലോം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷാലോമിന്റെ ചെയർമാൻ ബെന്നി പുന്നത്ര എന്ന് പറയുന്ന ഒരു സാറ് ഒരിക്കൽ ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം കുറെ വേദവാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പല അധ്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആള് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും പിന്നിലിരുന്ന ഒരു വല്യപ്പച്ചൻ എണീറ്റിട്ട് പറഞ്ഞു, സാറേ, റോമാക്കാർക്കും കൊരിന്ത്യക്കാർക്കൊക്കെ എന്തെങ്കിലും എഴുതിക്കോട്ടെ, ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമേ. റോമാക്കാർക്കും കൊരിന്ത്യക്കാർക്കൊക്കെ എന്തെങ്കിലും എഴുതിക്കോട്ടെ, ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമേ. അപ്പൊ കുറച്ചുപേര് ചിരിച്ചു. പക്ഷെ ബെന്നി പുന്നത്ര സാറ് ചിരിച്ചില്ല. കാരണം ദൈവവചനം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതായത് ദൈവവചനം കേട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ എൻ്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടാവോ? ഞാൻ നന്നായാൽ എവിടെന്ന് വെച്ചാ മാറ്റം ഉണ്ടാവും അല്ലേ? മാറ്റം ഉണ്ടാവും. എൻ്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടായാലോ എൻ്റെ ഇടവകയിലൊരു മാറ്റം ഉണ്ടാകും, എൻ്റെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകും. നാം എവിടെ ആയിരിക്കണോ അവിടെ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. പറയുന്ന ആളിനെ ശബ്ദമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് പറയുന്ന ആ ദൈവവചനമാണ് നമ്മുടെ ഉള്ളിൽ ആഴമായി പതിയേണ്ടത്. ആ ഉള്ളിലത് പതിയണം. ഇപ്പൊ നമ്മൾ കൺവെൻഷൻ കേട്ടിട്ട് നമ്മൾ പോണതിൽ കഥയില്ല, മറിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം അല്ലേ? ഇന്നലെ പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പറഞ്ഞു, കേട്ടുപോയി അല്ലേ? ചില ആൾക്കാരോട് ഇപ്പോൾ 2-3 ദിവസത്തെ പ്രസംഗമാണെങ്കിൽ ഏറ്റവും അവസാനമാണ് അച്ഛൻ പ്രസംഗിക്കാൻ വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചു, എന്താ 2 ദിവസം പ്രസംഗിച്ചേ?
എൻ്റെ പൊന്നച്ച, ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല പ്രസംഗമായിരുന്നു അച്ഛ. ഈ 3 ദിവസവും, ഇപ്പം 4ാമത്തെ ദിവസമാണ് ഞാൻ വരണേന്ന് വിചാരിക്കുക, 3 ദിവസവും നല്ല പ്രസംഗമായിരുന്നു. അല്ല, എന്തൊക്കെ ആശയങ്ങളെ പറഞ്ഞേ? അല്ല അച്ഛാ, ഉഗ്ര പ്രസംഗമായിരുന്നു. അല്ല, ഞാനിപ്പോൾ 4ാമത്തെ ദിവസമായതുകൊണ്ട് ആവർത്തന വിരസത വരണ്ടെന്ന് വിചാരിച്ചിട്ട് ചോദിക്കേണ്ടതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 3 ദിവസം കൊണ്ട് വെടിക്കെട്ട് പ്രസംഗമായിരുന്നു അച്ഛൻ. കണ്ടോ, 3 ദിവസം കൊണ്ട് മനസ്സിലായതാണ് നല്ല പ്രസംഗമാണ്, ഉഗ്രം പ്രസംഗമാണ്, വെടിക്കെട്ട് പ്രസംഗമാണ്. കഴിഞ്ഞു. ഞാൻ ഈ പൂരങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലോ തന്നെ. ഈ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാരണം ഈ നമ്മളിത് കത്തിച്ച് വലിയ അമുട്ടൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇതും പറഞ്ഞ് അങ്ങോട്ട് മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ചെന്നിട്ട് ഉറങ്ങണവരൊക്കെ ഒന്ന് എഴുന്നേറ്റില്ലേ? അപ്പോൾ നമ്മൾ ഈ പൊട്ട് കാണുമ്പോൾ ഹായ് അല്ലേ, അങ്ങനെ ഇരിക്കാനല്ല നമ്മൾ വന്നേക്കണത്. മറിച്ച് കർത്താവ് എന്നോട് വ്യക്തിപരമായും സംസാരിക്കണമേ, കർത്താവ് എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന്, പോയി തുറന്ന മനസ്സുണ്ടാവണമെന്ന് ചെമ്പ് ഓർക്കണം. ചെമ്പ് 2, ചെമ്പ് എന്ന് പറഞ്ഞാൽ അതല്ല, വലിയ പാത്രം, ചെമ്പ്. അപ്പോൾ തുറന്ന മനസ്സുണ്ടാവണം. 2, കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. 3, ഇപ്പോൾ നമ്മൾ കാരണം പകൽ മുഴുവൻ പണിയൊക്കെ എടുത്ത് ജോലിയൊക്കെ ചെയ്ത് വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 15 മിനിറ്റൊക്കെ നല്ല രീതിയിൽ നമ്മളിരിക്കും. ആ 20ാമത്തെ മിനിറ്റ് ആകുമ്പോൾ നോബിളച്ചാ അങ്ങനെ എനിക്ക് വരാനുള്ള സമയമില്ല, പരിമിതമായ സമയമുള്ള, ആരും ഉറക്കം തൂങ്ങരുത്, ഈ കിട്ടുന്ന സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിൽ വഴിവിളക്കുകളാണ്. ജീവിതത്തിൻ്റെ ഇരുൾ വഴികളിൽ വഴിതെളിയിക്കുന്ന വാൽനക്ഷത്രങ്ങളാണ് പെരുന്നാളുകളെന്ന് പറഞ്ഞാൽ. യേശു തമ്പുരാൻ്റെ കഷ്ടാനുഭവങ്ങളെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അവർ കർത്താവിനെ പിൻപറ്റിയവരാണ് ഓരോ പരിശുദ്ധന്മാരും. ആ പരിശുദ്ധന്മാരുടെ ഓർമ്മ മുറതെറ്റാതെ നമ്മൾ ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വീണ വിത്താണ് മനുഷ്യരെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യം പേറി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ജീവിക്കാത്ത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യം സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിച്ചവരാണ് ഓരോ വിശുദ്ധന്മാരും. ആ വിശുദ്ധന്മാരുടെ ഓർമ്മ നമ്മൾ മുറതെറ്റാതെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നന്മകളെ ഉത്സവങ്ങളായി ആഘോഷിക്കേണ്ട മനുഷ്യജീവിതം എത്തി നിൽക്കുന്നത് വളരെ ഭീമാകാരമായിട്ടുള്ള, മ്ലേച്ഛവും ഹീനവുമായിട്ടുള്ള തിന്മയുടെ പന്നിക്കുഴിയിലാണ്. നല്ല അപ്പൻ്റെ ഉപമ നമ്മൾ കാണുന്നത് ധൂർത്തനായ പുത്രൻ്റെ ഉപമയാണ്. ഞാൻ പറയുന്നത് നല്ല അപ്പൻ്റെ ഉപമയിൽ ആ മകൻ ഇതുപോലെയുള്ളൊരു പന്നിക്കുഴിയിലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ആ പന്നിക്കുഴിയുടെ അനുഭവത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ എന്തായിട്ട് മാറി? പെരുന്നാളായിട്ട് മാറി. കാലത്തിൻ്റെ കോലത്തിൽ ഇന്ന് പെരുന്നാളുകൾ ആത്മാവിനെ തൊടാത്ത മനസ്സിലെ കുരിശടയാളമായിട്ട് മാറാണ്. ഇന്ന് മുഴുവൻ ആഘോഷമാണ് അല്ലേ? ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മൾ ആഘോഷിക്കണം. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? കർത്താവിനോട് കൂടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള എല്ലാ അലങ്കാരങ്ങളും നല്ലതാണ്, മറ്റുള്ള എല്ലാ ആഘോഷങ്ങളും നല്ലതാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? കർത്താവിനോട് ചേർന്നാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 പറയുന്നു, കൊണ്ടുവന്നിട്ടില്ലേ? ഇന്ന് കഴിഞ്ഞ ദിവസം ബേസിലച്ചൻ പറയാണ്, അതെ കൺവെൻഷനാണ്, വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവരുന്നവർക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഓരോരുത്തർ പറയാം, അച്ഛാ ഒരെണ്ണം കൊണ്ടുവന്നാലാണോ, 2 കൊണ്ടുവന്നാൽ കിട്ടുമോ അല്ലേ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 പറയുന്നു,
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ആരെന്നിൽ വസിക്കുന്നുവോ അവരേറെ ഫലം പുറപ്പെടുവിക്കും. കണ്ടോ, അവരേറെ ഫലം പുറപ്പെടുവിക്കും. അപ്പൊ കർത്താവിനോട് കൂടെയാണ് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ബാഹ്യമോടികളിലായിട്ടാണോ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ആത്മപരിശോധന നടത്തണം. നമ്മുടെ മനസ്സിനെ തൊട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെരുന്നാളൊന്നും കഥയില്ല. പണ്ട് കാലത്ത് എൻ്റെ അമ്മച്ചി കോഴീനെ പൊരുന്നിക്ക് വെക്കായിരുന്നു. നിങ്ങളുടെ ഇവിടെ എന്ത് പറയണേ? അടവയ്ക്കുക അല്ലെ, അടവയ്ക്കുക. അപ്പോൾ എൻ്റെ അമ്മച്ചി ഈ കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കുക. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നെറ്റിയിൽ നിന്നും സ്വർഗത്തിലേക്കും ഇടത്തേതിൻ്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിൻ്റെ മക്കളായി തീരുന്നു, അങ്ങനെയൊക്കെയല്ലേ പഠിപ്പിച്ചേക്കണേ. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കുക. അപ്പം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിത് എന്തുകൊണ്ട് പരിപാടി കാണിക്കണേ? കോഴിമുട്ടയുടെ മുകളിൽ എന്താ കുരിശു വരയ്ക്കണേന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി പറയാണ്, കോഴിക്കുഞ്ഞിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കണത്. അപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വര നമ്മുടെ ഉള്ളിൽ പതിയണം, മനസ്സിൽ പതിയണം. ബാഹ്യമായിട്ട് വരയ്ക്കുന്ന വര, ഈ കുരിശു വര നെറ്റിയിൽ നിന്നും നെഞ്ചിലേക്കും ഇടത്തേതിൻ്റെ തോളിൽ നിന്നും വലത്തേതിലേക്കും വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. അങ്ങനെ പതിയുമ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാളുകളൊക്കെ അനുഗ്രഹമായിട്ട് തീരുന്നത്. ബാഹ്യമോടികളിലല്ല, ഹൃദയത്തിലാണ് ദൈവം ഇടപെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, കാരണം ഈ പെരുന്നാളുകളൊക്കെ അനുഗ്രഹമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ആന്തരികമായി കർത്താവിനോടുകൂടെ ചേർന്ന് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോഴാണ് നമ്മുടെ പെരുന്നാളുകൾ അനുഗ്രഹമാവുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 13-14 വാക്യം, സങ്കീർത്തനം, സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, പിന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യം. ഇനി നിങ്ങൾ വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യമാണ്. കണ്ടോ, ബാഹ്യമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ദൈവത്തിന് അസഹ്യമാണ്. ഇനി ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശയ, യോവേൽ, ആമോസ്. മിടുക്കൻ, എൻ്റെ പേരെന്താ? സെറാഫീൻ, അടിപൊളി പേര്. അപ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകം എടുത്തോ? കിട്ടിയോ? 5:21 എഴുതി വെക്കണം കേട്ടോ, എഴുതി വെക്കണം. 5:21 പറയുന്നു, നിങ്ങൾ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ചു നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. പുറമെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് കാര്യമില്ല. നമ്മൾ ആന്തരികമായിട്ടാണ് നമ്മൾ എന്താഘോഷിക്കേണ്ടത്? പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. പുറമെയുള്ള ഭക്തിയല്ല, ഉള്ളിലുള്ള ആന്തരികമായ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ മൂവണ്ണം മാങ്ങ മേടിച്ചുകൊടുന്നു, മാമ്പഴം. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മച്ചീനെ വിളിച്ചു, അമ്മച്ചി എന്ന് വിളിച്ചു. അമ്മച്ചി എവിടെയോ പോയേക്കായിരുന്നു. എനിക്കാണെങ്കിൽ വയറ് കത്തിയിട്ട് പാടിൽ വിശന്നിട്ടേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് മാമ്പഴം ഇരിക്കുക. അപ്പോൾ ആ മാമ്പഴം എടുത്ത് 2 കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി അത് കഷ്ണിച്ച് നോക്കിയപ്പോൾ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും. പുഴുവിൻ്റെ കഴിക്കാൻ പറ്റുമോ? പുറമേ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗി, നല്ല മണോ, പക്ഷെ ഉള്ളിൽ കുഴപ്പമാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല ഡീസൻ്റ് അല്ലേ? പക്ഷെ തനി സ്വഭാവം വരും. തനി സ്വഭാവം, ആ തനി സ്വഭാവമാണ് മാറേണ്ടത്. തനി സ്വഭാവം മാറണം. എന്നിട്ട് എന്തു വേണം? ദൈവ സ്വഭാവം ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം, പൗലോസ്ലീഹ എത്ര ലേഖനം എഴുതിയിട്ടുണ്ട്?
14 ലേഖനങ്ങൾ, അതിൽ 2 ലേഖനങ്ങളാണ് 1 തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ. അതിന്റെ 1 തെസ്സലോനിക്കർ 4:3 പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4:7 പറയുന്നു, ഞാൻ നിന്നെ അശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും നാള് ജീവിച്ചതിൻ്റെ ആ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ്, അല്ലേ? 2025 മെയ് മാസം എത്ര തീയതിയാ? 2-ാം തീയതി നമ്മളെ ദൈവം കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? പെരുന്നാൾ ആഘോഷിക്കാൻ ആണോ? വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിൽ കാര്യമുണ്ടോ? കാര്യമില്ല. ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു മകൻ മകൾ എന്ന നിലയിൽ, സഹോദരൻ സഹോദരി എന്ന നിലയിൽ, അയൽവക്കക്കാരൻ അയൽവക്കക്കാരി എന്ന നിലയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കൂടുതലുണ്ടാകാം, സാമ്പത്തിക ഭദ്രത കൂടുതലുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മാനദണ്ഡമല്ല, മറിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മനസ്സാണ് ദൈവം നോക്കണത്, മനസ്സാണ്. പാട്ടുകാരൻ ഇപ്രകാരം പാടി വെച്ചു, മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. 7-10 ഏറെയായാൽ 80 മാത്രം, നീളുമായുസതു നിനച്ചാൽ. 80 കഴിഞ്ഞാൽ കട്ടപ്പുകയാണ്. 80 വരെ എത്തുമോ? 80 വയസ്സ് വരെ ജീവിച്ച്, എനിക്കൊരു 95 വരെ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. എത്തുമാവോ? 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം ജീവിക്കാം? 80 × 365, ഏകദേശം 29,200 ദിവസം ജീവിക്കാം. അതിൽ ഉണ്ണണം, ഉറങ്ങണം, പിന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ 10,000 കുറച്ച് 29,200 നിന്ന് 10,000 കുറച്ചാൽ 19,200 ദിവസം ഉണ്ട്. അപ്പോൾ എത്ര വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ? 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ. ഇവിടെ ബഹുഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു 85% ആളുകളും 40 കഴിഞ്ഞവരാണ്, അല്ലേ? അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? അല്ലേ, അങ്ങനെ പറയില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി പോട്ടെ എന്ന് വിചാരിക്കും. അച്ഛൻ പേടിപ്പിക്കുകയാണോ? ഇത് ഇത്ര ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇത്ര ഉള്ളൂ. അപ്പൊ ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ മനസ്സാണ് ദൈവം നോക്കണത്. മനസ്സുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, നമുക്ക് വേദപുസ്തകം ഒന്ന് എടുക്കാം. 1 ശമൂവേൽ 16 ശൗലിന് പകരം രാജസ്ഥാനത്തേക്ക് ആരെ തെരഞ്ഞെടുക്കുന്നത്? ദാവീദിനെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ശമൂവേൽ പ്രവാചകനെ ബെത്ലഹേംകാരനായ ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ അങ്ങനെ കൊമ്പിൽ തൈലവുമായിട്ടാണ് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്. അങ്ങനെ വന്നു. അങ്ങനെ ആദ്യത്തെ മോൻ വന്നു, ഏലിയാബ്. ഏലിയാബിനെ കണ്ടപ്പോൾ ശമൂവേൽ വിചാരിച്ചു ഇവനാണ് അടുത്ത രാജാവ്. അപ്പോൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, അരുത്, അവൻ്റെ പൊക്കമോ അവൻ്റെ വണ്ണമോ നോക്കരുത്. മനുഷ്യൻ ബാഹ്യമായി നോക്കുന്നു, ദൈവമോ ഇവിടെയാണ് നോക്കണേ. ഇതാണ് നോക്കണത് കർത്താവ്. രണ്ടാമത്തെ മോഹൻ വന്നു, അമീനാദാബ്. അവനെയും വിട്ടു. 7 എണ്ണം വന്നു, 7 എണ്ണവും തള്ളിക്കളഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇനി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരുത്തുണ്ട്, അവൻ ആടിനെ മേയ്ക്കാൻ പോയി, അവനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്ന വഴിയിൽ അവനെ അഭിഷേകം. അതാണ് ദാവീദ്. കണ്ടോ, ഹൃദയത്തെയാണ് കർത്താവ് നോക്കണം. ഇപ്പം നിങ്ങളിരിക്കുമ്പോൾ ദൈവമേ വീട്ടിലിപ്പോൾ കോഴി പുറത്തു പോയി ഉണ്ടാവാവോ, അല്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോയി മഴ വരുമെന്ന് വിചാരിച്ചില്ല ദൈവമേ, ഇനി അത് നനഞ്ഞു പോയാവോ. അങ്ങനെ ചിലർ ചിന്തിക്കണവരുണ്ട്. ഇവിടെ പള്ളിയിലുള്ളിലിരിക്കണേ ഉള്ളാണ് ദൈവം നോക്കുന്നത് പ്രിയപ്പെട്ടവരെ.
ഉള്ളാണ് നോക്കണത്. അതുകൊണ്ട് പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. എപ്പോഴാണ് അനുഗ്രഹമായി തീരുന്നത്? ഈ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഭക്തന്മാരും ഭക്തകളാണ് അല്ലേ? നമ്മളെല്ലാവരും ഡീസൻ്റാ. തനി സ്വഭാവം എപ്പോഴും വരണേ? പ്രതികൂല സാഹചര്യങ്ങളിലാണ്. ഒരു കൂട്ടുകാരിയുടെ മുടിയഴക് ഭയങ്കര നല്ല മുടിയഴക്. അപ്പോൾ കൂട്ടുകാരികളൊക്കെ ചോദിച്ചു, ഇത് എങ്ങനെ നീ കൊണ്ടു കിടക്കണേ? ഇത്രയും നല്ല മുടി. നമ്മളാണെങ്കിൽ ഇത് തേച്ചിട്ട് പോലും പല സാധനം തേക്കുന്നുണ്ട്, പക്ഷേ ഇത് നന്നായിട്ട് വരണില്ല. അപ്പോൾ നീ ഇത് എങ്ങനെ സൂക്ഷിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ താളി ഉപയോഗിക്കുകയുള്ളൂ, ഷാമ്പു ഉപയോഗിക്കില്ല, കെമിക്കലാണ്. പിന്നെ ഹോർലിക്സ് ഇട്ട് പാല് കുടിക്കും, 4 ചൂടുവെള്ളത്തിലാണ് കഴുകണം. എന്തൊക്കെയാണ് ചെയ്യണത്? താളി ഉപയോഗിക്കുകയുള്ളൂ, ഷാമ്പു ഉപയോഗിക്കില്ല, കെമിക്കലാണ്. പിന്നെ ഷാമ്പു ഉപയോഗിക്കില്ല, പിന്നെ ഹോർലിക്സ് ഇട്ട് പാല് കുടിക്കും, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകും. 5ാമത് കിടക്കാൻ നേരത്തെ ആണിയുമ്പോൾ തൂക്കിയിടും. ഇതാണ് മുടിയഴകിൻ്റെ പ്രത്യേകത അല്ലേ? പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് വരും, പള്ളി കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ കൊണ്ടുപോയി തൂക്കിയിടും. ഇതിൽ കഥയില്ലേ പ്രിയപ്പെട്ടവരെ? ഇതാരെ പറ്റിക്കാനാണ്? ഒടേ തമ്പുരാനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ പ്രസംഗിക്കാൻ പോയാൽ നമ്മൾ പെട്ടു. കാരണം ഈ മനുഷ്യനെ കുറിച്ച് നല്ലത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാരണം ഒരാൾ ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുക, ഭാര്യ 2 കുഞ്ഞുങ്ങൾ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ തൻ്റെ മോനോട് ചോദിച്ചു, നമ്മുടെ അപ്പം തന്നെയാണ് കിടക്കടയെന്ന്. കണ്ടോ? ജീവിക്കുമ്പോഴാണ് നല്ല മനുഷ്യരായിട്ട്, നല്ല അപ്പനായി, നല്ല അമ്മയായി, നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, സഹോദരനും സഹോദരിയുമായി, അയൽവക്കക്കാരനായിട്ട് അയൽവക്കക്കാരിയായിട്ട് ജീവിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ മാതൃക. എഴുതപ്പെട്ട സുവിശേഷം എത്രയുണ്ട് വേദപുസ്തകത്തിൽ? 4 ആണല്ലേ? ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. 5ാമതൊരു സുവിശേഷം ഉണ്ട്. അതേതത്? അത് ഞാനും നിങ്ങളുമാണ്. അത് ഞാനും നിങ്ങളുമാണ്. മറ്റുള്ളവന്റെ മുൻപിൽ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, പ്രകടമായിട്ടുണ്ടാകേണ്ടത്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽവക്കത്തിൽ, എൻ്റെ ഇടവകയിൽ മറ്റുള്ളവന്റെ മുൻപിൽ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ പെരുന്നാളുകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആന്തരികമായിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനാണ് നമ്മൾ ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കണം. കേൾക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം. വിശുദ്ധ സങ്കീർത്തനം 45-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. 45-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അല്ലയോ മകളെ കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. അപ്പോൾ നമ്മൾ കേൾക്കണം, നോക്കണം, ചെവി ചായിക്കണം. വീണ്ടും നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം എടുക്കുക. വേദപുസ്തകം കൊണ്ടുവന്നവർ എടുക്കുക, എന്നിട്ട് നോക്കുക. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിക്കുവാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവനായ എല്ലാ യഹൂദ നിവാസികളുമേ, യഹോവയുടെ അരുളപ്പാട് കേൾക്കുവീൻ, കേൾക്കുവീൻ. പിന്നെ വീണ്ടും പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവീൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. 5 മുതലുള്ള വാക്യം, നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്തിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നേക്കും വസിക്കുമാറാക്കും. കണ്ടോ? നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തികൾ എന്താവണം? വിശുദ്ധമാകണം പ്രിയപ്പെട്ടവരെ, വിശുദ്ധമാകണം.
വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള തിരുവചനം, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതലാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഇത് നമ്മുടെ അവസ്ഥയാണോന്ന് പരിശോധിച്ച് നോക്കണം. മുടി തൊട്ട് അടിവരെ വ്രണങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ പെരുന്നാളിനോട് എന്ത് ചെയ്യണം? അതിനെ കഴുകി വെടിപ്പാക്കി അതിൻ്റെ പഴുപ്പൊക്കെ കളഞ്ഞ് എണ്ണ പുരട്ടിയിട്ട് വേണം, അത് ശമിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം കേൾക്കണം. വേദപുസ്തകത്തിൽ അങ്ങനെ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അനേകം ആളുകളുണ്ട്. നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനെയാണ് നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ 7-ാമത്തെ വാക്യം, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ഇതാരോടാണ്? നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ ആരോടാണ്? നിക്കോദിമോസിനോട് പറയുകയാണ്. ഈ നിക്കോദിമോസിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ വേദഭാഗം മനസ്സിലാക്കണം. ഇത് തൊട്ട് മുൻപത്തെ അധ്യായം നോക്കിയേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം മുതലൊന്ന് നോക്കിയേ. പെസഹാ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ അടയാളങ്ങൾ കണ്ടതിൻ്റെ പേരിൽ യേശുവിൽ വിശ്വസിച്ചവരെ യേശു തമ്പുരാൻ വിശ്വാസത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് കണ്ടോ? അടയാളങ്ങൾ കണ്ടതിൻ്റെ പേരിലല്ല, മറിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരാണ് അനുഗ്രഹം. അതുകൊണ്ടാണ് നിക്കോദിമോസിനെ പറയുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറയുകയാണ്. നിങ്ങൾ പുതുതായി ജനിക്കണം. അതിന് മനുഷ്യന് കഴിവില്ലായിരുന്നുവെങ്കിൽ യേശു തമ്പുരാൻ അതൊരിക്കലും പറയുമായിരുന്നില്ല. മനുഷ്യന് കഴിയണ കാര്യം മാത്രമേ യേശു തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കി, ആരാണ് നിക്കോദിമോസ്? അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നിക്കോദിമോസ് ആരാണ്? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയാണ് നിക്കോദിമോസ്. അപ്പോൾ പരീശനാണ്, അതോടൊപ്പം തന്നെ യഹൂദന്മാരിലെ ഒരു പ്രമാണിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മതോപദേഷ്ടാവാണ്, മതനേതാവാണ്. ഇത്രമാത്രം ക്വാളിഫിക്കേഷനുള്ള ഒരാളോടാണ് യേശു ക്രിസ്തു പറയണത്, നീ പുതുതായി ജനിക്കണമെന്ന് പറയണത്, അല്ലേ? അനേകം പേരെ വഞ്ചിച്ച് പണം തട്ടിയെടുത്ത സക്കായിയോടാണ് യേശു തമ്പുരാൻ പറയണത്, മോനെ നീ നിലയ്ക്ക് പോയാൽ ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അവനൊരു വീണ്ടും ജനനം ആവശ്യമായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടാണ് യേശു തമ്പുരാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, അവൾക്കൊരു വീണ്ടും ജനനം ആവശ്യമായിരുന്നു എന്ന്. തൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുള്ള കള്ളനോടാണ് യേശു തമ്പുരാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, അവർക്കൊരു വീണ്ടും ജനനം ആവശ്യമായിരുന്നു. പക്ഷേ തൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രമാണിയായിട്ടുള്ള, ഒരു മതനേതാവായിട്ടുള്ള, ആഴ്ചയിൽ ഉപവസിക്കുന്ന, കിട്ടുന്നതിൽ ദശാംശം കൊടുക്കുന്ന, പള്ളിയിൽ ദീർഘനേരം ചെലവഴിക്കുന്ന ഒരു മതപണ്ഡിതനോട്, അത് ഒരു മതനേതാവിനോട് യേശു ക്രിസ്തു പറയാണ്, മോനെ ഈ നിലയ്ക്ക് പോയാൽ റെഡിയാവില്ല, നീ പുതുതായി ജനിക്കണം, നീ പുതുതായി ജനിക്കണം. ഈ വചനം അവൻ കേൾക്കുക മാത്രമല്ല, അവനത് ഉൾക്കൊണ്ടു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിക്കോദിമോസ് കേട്ടോ, അത് ഉൾക്കൊണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 51-52 വാക്യത്തിൽ നാം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 50-51 വാക്യത്തിൽ നാം വായിക്കുന്നു, അവരിൽ ഒരുവനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേൾക്കുകയും അവൻ ചെയ്തത് ഇന്നതെന്നും അറിയുകയും ചെയ്തിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോന്ന്. കണ്ടോ? ഒരു സമയത്ത് ഇവൻ എപ്പോഴാണ് വന്നേ? രാത്രി സമയത്താണ് യേശു തമ്പുരാനെ കാണാൻ വന്നേ.
ആ മനുഷ്യൻ എന്തിനാണ് രാത്രിയിൽ വന്നേ? തൻ്റെ കൂടെയുള്ള പരീശന്മാരെ പേടിച്ചിട്ടാണ് രാത്രിയിൽ വന്നത്. ആ മനുഷ്യൻ ഈ വചനം കേട്ടിട്ട്, ഇവനോട് ഈ പറഞ്ഞ കാര്യം കേട്ടിട്ട് അവനാകെ ശക്തിപ്പെട്ടു, അവൻ ഉൾക്കൊണ്ടു. അവൻ പ്രമാണിമാരുടെ അടുക്ക് നിന്നുകൊണ്ട് വാദിക്കുകയാണ്, ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നു. ഉറക്കം വരണുണ്ടോ? ഉറക്കം വരണമെങ്കിൽ പ്രശ്നമാണ്. അതായത് നല്ലിലെ പള്ളിയിൽ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട കൺവെൻഷനിൽ ഉറക്കം വന്നു. തൊട്ടടുത്തുള്ള ആളുടെ തലയിൽ കൂട്ടിയിടിച്ച് 5 സ്റ്റിച്ച്. ഓ, എന്തൊരു അതല്ലേ! ഉറക്കമോ പോയില്ലേ? യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ട്? യൂത്തിക്കോസ്. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ അങ്ങനെ പറയണേ. യൂത്തിക്കോസ് ഈ ആള് ജോലിയൊക്കെ കഴിഞ്ഞ് പൗലോസ്ലീഹായുടെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കേൾക്കാൻ വന്നതായിരുന്നു. 2ാമത്തെ നിലയിലാണ് പ്രസംഗം നടക്കണേ. അപ്പം അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് ഈ പൗലോസ്ലീഹയുടെ കാര്യം പറഞ്ഞാൽ 1 മണിക്കൂർ കൊടുത്ത് ചിലപ്പോൾ 4-5 മണിക്കൂർ പ്രസംഗിക്കും. അപ്പം ഈ പൗലോസ്ലീഹ അങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് ആൾക്കാണെങ്കിൽ യൂത്തിക്കോസിനാണെങ്കിൽ എന്തോ കാറ്റ് ക്ഷീണം കൊണ്ട് ആളെന്ത് ചെയ്തു, ജനലിൻ്റെ സൈഡിൽ പോയിരുന്നു. അപ്പോൾ അതിന് അഴിയില്ലായിരുന്നു. അപ്പം ഇത് കേട്ടു താഴെ വീണു. ചക്ക വീണോളം താഴെ വീണു. ആൾക്കാർ ചെന്ന് നോക്കിയപ്പോൾ സംഭവം കാറ്റുപോയി. തൃശ്ശൂർ ഭാഷയെ പറഞ്ഞ ജോസേട്ടൻ പടായി. അപ്പോൾ ആൾക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പെട്ടു. പൗലോസ്ലീഹ പറഞ്ഞു, മാറി നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് നോക്കി കഴിഞ്ഞപ്പോൾ അത് യൂത്തിക്കോസ് എഴുന്നേക്കൂ എന്ന് പറഞ്ഞു. ആൾ എഴുന്നേറ്റു. അങ്ങനെ വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. ഉയർപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഇവിടെ എത്ര അച്ഛന്മാരിക്കണേന്ന് നോക്കി. നമ്മൾ പാട്ട് പാടി, കാരണം പള്ളിയിലുള്ളിൽ വചന ശുശ്രൂഷ കേൾക്കുന്നതിനിടയിൽ താഴെ വീണു അല്ലേ. അപ്പം അതുകൊണ്ട് ആരും ഉറക്കം തൂങ്ങരുത് കേട്ടോ, ഉറക്കം തൂങ്ങരുത്. അപ്പോൾ ശ്രദ്ധിക്കൂ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 50-51 വാക്യത്തിൽ പറയുന്നു, അവരിൽ ഒരുവനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേൾക്കുകയും അവൻ ചെയ്തതിന്നതെന്നും അറിയുകയും ചെയ്തിട്ടല്ല നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. കണ്ടോ, കഴിഞ്ഞില്ല. നോക്കി, അതിൻ്റെ താഴേക്ക് നോക്കി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം താഴേക്ക് നോക്കിയാൽ 19-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ളൊരു സുഗന്ധക്കൂട്ടും കൊണ്ടുവന്നു. എപ്പോഴത്? കർത്താവിൻ്റെ കബറടക്ക സമയത്ത്. കണ്ടോ, കർത്താവിൻ എപ്പോൾ വരെ അവൻ പിന്തുടർന്നു. അപ്പം അവനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞത് അവൻ കേട്ടു, അത് ഉൾക്കൊണ്ടു, പിന്നെ വിട്ടില്ല. കണ്ടോ, പിന്നെ വിട്ടിട്ടില്ല. നമ്മൾ പിന്നെ വിടാൻ പാടില്ല. ഇന്ന് ഈ പെരുന്നാളിൻ്റെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കും കിട്ടണ ദൈവാനുഭവം നമ്മൾ പിന്നെ വിടരുത്. പിന്നെ കർത്താവിനെ മുറുകെ പിടിക്കണം. ഇന്ന് നമ്മൾ മുഴുവനും പ്രൈവറ്റ് ബസ്സിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? പ്രൈവറ്റ് ബസ്സിൽ പിന്നെ അല്ലേ, പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ പണ്ടുണ്ടായിരുന്നു ക്ലീനർ ഉണ്ടായിരുന്നു അല്ലേ. ക്ലീനർ പറയും, ചേട്ടാ ചേച്ചി മുകളിലത്തെ കമ്പിയിൽ പിടിക്കണം കേട്ടോ എന്ന് നോക്കും പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പരിചയക്കാർ കാണുമ്പോൾ സൈഡിൽ കയറി പിടിക്കും അല്ലേ. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു പട്ടി വണ്ടിയുടെ മുൻപിൽ കുറുകെ ചാടും. അപ്പോൾ ഡ്രൈവർ ബ്രേക്ക് പിടിക്കും. സൈഡിൽ പിടിച്ചേക്കണം ഒരു ഷൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. പക്ഷെ മുകളിൽ പിടുത്തുള്ളവരോ അവിടെ നിൽക്കും. അവിടെയാണ് പിടുത്തം വേണ്ടേ. മുകളിലാണ് നമ്മുടെ പിടുത്തം. നമ്മൾ സൈഡിൽ പിടിക്കരുത്. സൈഡിൽ പിടിച്ച അപകട. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്തുകൊണ്ടാണ്? അവങ്കലേക്ക് നോക്കണം. അവിടെയാണ് പ്രകാശം കിട്ടുന്നത്. സൈഡിലേക്ക് നോക്കിയ കാര്യമില്ല. അപ്പോൾ നിക്കോദിമോസ് കിട്ടിയ ദൈവാനുഭവം അവൻ പ്രാവർത്തികമാക്കി അവസാനം വരെ, കർത്താവിൻ്റെ കബറടക്കം വരെ അനുധാവനം ചെയ്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അവൻ പുതിയ അനുഭവത്തിന് ഉടമയായിട്ട് മാറി. ഇത് തന്നെയാണ് പ്രവാചകന്മാരും അതോടൊപ്പം തന്നെ സ്നാപക യോഹന്നാനും യേശു തമ്പുരാനും അപ്പോസ്തലന്മാരും പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം.
യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. കണ്ടോ, പിന്തിരിയാനാണ് പറയണത്, പിന്തിരിയുക. വീണ്ടും നോക്കിയേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു, ആ കാലത്ത് സ്നാപക യോഹന്നാൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. വീണ്ടും നോക്കിയേ 4:17 നോക്കിയേ, 4:17 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. ഇപ്പൊ എത്ര വാക്യങ്ങളെ പഠിച്ചല്ലേ, കണ്ടോ. ചിലരുടെ വേദപുസ്തകം അത് പറ്റി പിടിച്ചിരുന്നിട്ടേ പരിമലേന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇത് പീഡിക്കാൻ പറ്റണ പാട്, പറിച്ചെടുക്കാൻ പറ്റണ പാടേ, അതെപ്പോഴും നമ്മൾ എടുക്കണേ. നമ്മളിപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ സങ്കീർത്തനമൊക്കെ വായിക്കാൻ എടുക്കും. പിന്നെ പിള്ളേർക്ക് അങ്ങനെ എന്തെങ്കിലും പേടിയൊക്കെ പറ്റും. മക്കളെ തലോണയുടെ അടിയിലേക്ക് വെച്ചോട്ടോ, പേടി പറ്റില്ല. എവിടെ, ഇത് വായിക്കാനുള്ളതാണ്. ഇതിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വിശുദ്ധ അഗസ്ത്യൻ അങ്ങനെ സംഭവിച്ചതാണ്. എടുത്തു വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തു വായിച്ചു. ആ എടുത്തു വായിച്ചപ്പോഴാണ് അവന് എന്തുണ്ടായത്, മാനസാന്തരം കിട്ടിയത്. കണ്ടോ, എടുത്തു വായിക്കണം. നോക്കൂ, അപ്പോ 4:17 പറയുന്നു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. കണ്ടോ, പ്രവാചകന്മാര് പറഞ്ഞു, വഴിയൊരുക്കാൻ വന്നവൻ പറഞ്ഞു, വഴിയായി വന്നവൻ പറഞ്ഞു, വഴിയെ വന്നവർ പറഞ്ഞു, എന്താണ്, മാനസാന്തരപ്പെടുവീൻ. പ്രവാചകന്മാർ പറഞ്ഞു, വഴിയൊരുക്കാൻ വന്നത് ആരാ മക്കളെ? യേശു ക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്നത് ആരാണ്? സ്നാപക യോഹന്നാൻ അല്ലേ? വഴിയായി വന്നവൻ ആരാണ്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞത് ആരാണ്? യേശു തമ്പുരാൻ അല്ലേ? യേശു തമ്പുരാൻ. വഴിയെ വന്നവരാരാണ്? അപ്പോസ്തോലന്മാരും പറഞ്ഞത് ഒറ്റ കാര്യമാണ്, മാനസാന്തരപ്പെടുവിന്ന്, മാനസാന്തരപ്പെടും. അപ്പോൾ എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. നമ്മൾ എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്? ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ഹിതം അല്ലേ? നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം. അപ്പം നമ്മുടെ ഹിതമാണോ, കർത്താവിൻ്റെ ഹിതമാണോ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണേ? ആകുമ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ പാടും നിന്റെ ഗീതം, പക്ഷെ നമ്മുടെ ഹിതമാണോ നിറവേറ്റപ്പെടണേ? അല്ലേ? നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. യേശു തമ്പുരാൻ ഇത് തന്നെ പറഞ്ഞു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സകലതും പൂർത്തിയായി, ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കണ്ടോ, സകലതും പൂർത്തിയായി. എന്തിനാണോ ദൈവം ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, അത് മുഴുവൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, സകലതും പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കണ്ടോ, നമുക്ക് ഇതുപോലെ അവസാനം പ്രാർത്ഥിക്കാൻ പറ്റണം അല്ലേ? പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ നമ്മളെക്കാൾ മോശക്കാരാണോ? അല്ല,
നമ്മളെക്കാൾ വിശുദ്ധന്മാരാണ്. നമ്മളത്ര കുഴപ്പക്കാരൊന്നല്ല കേട്ടോ, നമ്മൾ നല്ല ഡീസൻ്റ് ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയേക്കണത്? നമ്മളിലൂടെ ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ് നമ്മളെ നിർത്തിയേക്കണത്. ഇവിടെയാണ് നമ്മുടെ മനസ്സ് പുതുക്കപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. ഹരാരയിൽ വെച്ച് നടന്ന സഭകളുടെ ലോക കൗൺസിൽ സമ്മേളനത്തിൽ മുഖ്യ ചിന്താവിഷയം ഇങ്ങനെയായിരുന്നു: ടേൺ ടു ഗോഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ്. ടേൺ ടു ഗോഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ്. ടേൺ ടു ഗോഡ് എന്ന് പറഞ്ഞ അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തിലേക്ക് തിരിയണം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് നോക്കണം? ദൈവത്തിലേക്ക് നോക്കണം. പാപത്തിൽ നിന്ന് പിന്തിരിയണം, പിന്നെ എവിടേക്ക് നോക്കണം? ദൈവത്തിലേക്ക് നോക്കണം. പത്രോസ് ലീഗായുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടായിരുന്നു അല്ലേ? അവൻ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷേ ആ തള്ളി പറഞ്ഞതിന് ശേഷം അവൻ എവിടേക്ക് നോക്കി? ദൈവത്തിലേക്ക് നോക്കി. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ശിഷ്യനായിട്ട് ആര് മാറിയത്? പത്രോസ് ലീഗ മാറിയത്. പക്ഷെ യൂദാസോ കർത്താവിൻ്റെ കൂടെ നടന്ന ടീമായിരുന്നു അല്ലേ? ടീമായിരുന്നു. പക്ഷെ അവനിലേക്ക് തന്നെ ചുരുങ്ങി. അതുകൊണ്ടാണ് അവൻ കെട്ടിഞ്ഞാണത്. കണ്ടോ? നമ്മൾ കർത്താവിലേക്ക് നോക്കണം. നമ്മൾക്ക് കുറവുണ്ടാകാം പ്രിയപ്പെട്ടവരെ, കുറവുണ്ടാകാം അല്ലേ? കുറവില്ലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഞാൻ ഈ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ വലിയ മിടുക്കനാണോ? അല്ല, കുറവുണ്ട്. ഈ കുറവുണ്ട് അല്ലേ? ഞാൻ ഓർക്കാണ്, ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. 4 അച്ഛന്മാരുള്ള ഒരു സ്ഥലത്താണ്. 4 അച്ഛന്മാർ കൂടിയിട്ടാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ പോയത്. അങ്ങനെ പ്രസംഗിക്കാൻ പോയി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോൾ ആളുകൾ ഇങ്ങനെ ആ ഹോളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ഭയങ്കര ആളുകൾ. അപ്പം ഞാൻ ആ സീറ്റിലിരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഇന്നലത്തെ പ്രസംഗത്തിൻ്റെ മെച്ചാണ് ഇന്ന് ഇത്രയും ആൾക്കാർ വന്നതെന്ന്. മനസ്സിൽ എന്ത് ചെയ്തു? ഞാനൊന്ന് അഹങ്കരിച്ചു. അങ്ങനെ ഞാനങ്ങനെ മുകളിൽ പ്രസംഗപീഠത്തിൽ ഇങ്ങനെ കയറി നിന്നു. എനിക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗം ഞാൻ പറയാൻ തുടങ്ങി. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, വാക്കുകൾ എനിക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പറയാൻ പറ്റണില്ല. പലതും വിട്ടുപോകുന്നു. എൻ്റെ തൊണ്ട വരളുന്നു, ചുണ്ടുണങ്ങുന്നു. അങ്ങനെ ഭയങ്കര പ്രതിസന്ധി. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് ഞാൻ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ പ്രസംഗം പൂർത്തിയായത്. അങ്ങനെ പൂർത്തിയാക്കിയതിന് ശേഷം താഴെ വന്നപ്പോൾ അച്ഛന്മാർ ചോദിച്ചു, എന്താ അച്ഛൻ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം പറയാൻ പറ്റുമോ? നമ്മൾ അഹങ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്താണെന്നറിയില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്ന് കിടന്നുറങ്ങിയപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിങ്ങനെ തെറ്റുപറ്റി. ഇങ്ങനെ ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അതിൽ ഞാൻ അങ്ങനെ അഹങ്കരിച്ചു പോയി. കർത്താവ് എന്നോട് നീ ക്ഷമിക്കണം കേട്ടോ, എന്നോട് കരുണ തോന്നണം കർത്താവിന്, എൻ്റെ ഭാഗത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല കർത്താവേ എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം വേറച്ഛൻ പ്രസംഗിച്ചു. 4ാമത്തെ ദിവസം വേറച്ഛൻ പ്രസംഗിച്ചു. 5ഉം 6ഉം ദിവസം ഞാനാണ് പ്രസംഗിച്ചത്. ഏറ്റവും ദൈവകൃപയോടുകൂടെ പ്രസംഗിക്കാൻ പറ്റി. ഇത് അച്ഛൻ്റെ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം എളിമപ്പെടാൻ തയ്യാറാകണം. നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാം, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള കഴിവുകളൊക്കെ ഉണ്ടാകാം. നമ്മൾ എങ്ങനെ ഉന്നതിയിലായിരുന്നു അതൊക്കെ തമ്പുരാൻ തന്നതാണ്. തമ്പുരാൻ തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഒന്നുമില്ല അല്ലേ? ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കാൻ വിളിച്ചു, ബേസിൽ അച്ഛനെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ശബ്ദം പുറത്തേക്ക് വന്നില്ല. ബേസിൽ അച്ഛൻ പറയും, അച്ഛൻ അന്നു പ്രസംഗിക്കണം അല്ലേ? ഈ ശബ്ദം തന്നത് ദൈവമാണല്ലേ? ദൈവമാണ് തന്നത് അല്ലേ? നമുക്ക് തന്നത് അല്ലേ? നമ്മൾ പാട്ട് പാടും, എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ഇതൊന്നും ഞാൻ നേടിയതല്ല. ഇതുവരെ തന്നത് മുഴുവനും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ ദാനാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചേ, ഉറക്കണോ? ഒന്ന് വിട്ടേ, ഒന്നുകൂടെ വലിച്ചേ. ഇനി നിങ്ങൾ വിടണ്ട, വിവരം അറിയും അല്ലേ? ഈ ശ്വാസം വലിച്ച് തിരിച്ചു വിടണമെങ്കിൽ ആരുടെ കൃപ വേണം? ബാങ്ക് അക്കൗണ്ടിൽ പൈസ കിടന്നിട്ട് പറയാണ്, എന്നാ എൻ്റെ ശ്വാസം തിരിച്ചു വിടൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല.
ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഉള്ളിൽ കിടന്നിട്ട് കാരണം നമുക്ക് പുറത്ത് നിൽക്കണവർക്ക് അകത്ത് കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. പൈസ ഉണ്ട് നമുക്ക്. കഥയില്ല പ്രിയപ്പെട്ടവരെ, കഥയില്ല. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവാന്ന് അല്ലേ? കുറവുണ്ടാവാം. ചിലർക്ക് അസൂയാണ്, ചിലർക്ക് അല്ലേ? ചിലർക്ക് അസൂയ. അയൽവക്കക്കാർ നന്നാവുന്ന കാണുമ്പോൾ എന്നാലും എവിടെ നിന്നറിയില്ലേ അല്ലേ? തോന്നാം നമുക്ക് അല്ലെ? സ്വാഭാവികമാണല്ലോ. ചിലർക്ക് കോപമാണ്, കോപം ഭയങ്കര ദേഷ്യമാണ്. പിടിച്ചതിനും തൊട്ടതിനും ദേഷ്യം. ചിലപ്പോൾ റിമോട്ടൊക്കെ പോണ പോക്ക് കാണണം. ദേഷ്യം ഉണ്ടാവാം. ചിലർക്ക് അലസത ഉണ്ടാകാം, അലസത. ചിലർക്ക് ദുർമോഹം ഉണ്ടാകാം, ദുർമോഹം. ചിലർക്ക് ഭക്ഷണത്തിനോട് അമിതമായ താല്പര്യം. മരണകരമായ 7 പാപങ്ങൾ നമുക്ക് ഉണ്ടാകാം. സ്വാഭാവികമാണ്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ അറിയുമ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് നോക്കണം? നമ്മളിലേക്ക് തന്നെ നോക്കരുത്. ചിലർ പറയണു എത്ര പേര് കുടിക്കണു, പിന്നെ ഇച്ചിരി ഗ്ലാസ് കുടിച്ചെന്താ കുഴപ്പം? വലിയ കാര്യമായിട്ടല്ല അല്ലേ? എന്തോരാൾക്കാരെ കുടിക്കണേ, എന്താ കുഴപ്പം? എത്ര ആൾക്കാരും നുണ പറയണേ, പിന്നെ എനിക്ക് നുണ പറഞ്ഞ എന്താ കുഴപ്പം? എത്ര ആൾക്കാർ കുറ്റം പറയണം, പിന്നെ ഇടയ്ക്കൊക്കെയല്ലോ കുറ്റം പറയണുള്ളൂ. ന്യായം അതല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ആ തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കണം. അതാണ് പരിശുദ്ധ കുമ്പസാരം. ആ കുമ്പസാരത്തിലൂടെ നമ്മൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നോക്കാണ്. അതുകൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ അല്ലേ? നല്ല കുമ്പസാരം നടത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് മാനസാന്തരം. പുതിയ നിയമത്തിൽ ഇതിനെ പറയുന്നത് മെറ്റാനോയ്യ എന്ന വാക്കാണ്. മെറ്റാനോയ്യ, മറുകണ്ഠം ചാടുക, ക്രോസ് ഓവർ എന്നാണ്. പഴയ നിയമത്തിൽ പറയുന്ന മാനസാന്തരത്തെ പറയുന്ന പേരാണ്, ഹീബ്രു വാക്കാണ് ഷൂബ്, മനംതിരിയുക എന്നുള്ളത്. ഈ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതായത് മനസ്സ് മാറുക, ഒരു യൂ ടേൺ എടുക്കുക. സമ്പൂർണവും പരിപൂർണവുമായിട്ടുള്ള മാനസാന്തരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൽഭരണികൾ വെള്ളം വീഞ്ഞായി തീരും. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറും, നമ്മുടെ കേൾവികൾ മാറും, നമ്മുടെ സംസാരങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ടോട്ടലി ചേഞ്ച് ആകും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി പുതിയതാകുന്നു. കണ്ടോ? പുതിയതാകും. അതുകൊണ്ടാണ് എസ്കേൽ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ചൈതന്യം തരും, ഞാനൊരു പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം വെച്ച് തരും. അതാണ് പ്രിയപ്പെട്ടവരെ പുതുക്കം പ്രാപിച്ച ആൾക്കാരുടെ അവസ്ഥ. പുതുക്കം പ്രാപിച്ച ആൾക്കാരുടെ അവസ്ഥ. മക്കളെ, എവിടെയാണത്? ഇത്രയും സുന്ദരനായി ഞാൻ നിന്നിട്ട് അപ്പുറത്ത് നോക്കിയിരുന്നുണ്ട് അല്ലേ? എന്നെ കണ്ടാ വല്ല കുഴപ്പമുണ്ടോ മക്കളെ? അല്ലേ? നല്ല അടിപൊളിയല്ലേ? ആ പിന്നെ സൂപ്പറാന്ന്. ആ എന്നെ നോക്കിയിരിക്കണം കേട്ടോ, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള കച്ചവടം പിന്നെ നമുക്ക് വർത്താനം പറയാൻ സമയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട നല്ല കാര്യങ്ങളാണ് പറയണത്, അത് കേൾക്കണം. അതുകൊണ്ട് പണ്ട് കാലത്ത് തുണിപ്പന്ത് കൊണ്ട് കളിച്ചിട്ടുണ്ട്. തുണിപ്പന്ത് കൊണ്ട് നല്ല മഴ, അടിപൊളി മഴ. തുണിപ്പന്ത് കൊണ്ട് കളിച്ചിട്ടുണ്ട് അല്ലേ? തുണിപ്പന്ത് നല്ല, അതായത് തുണികളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടോ? മഴ ആണല്ലേ? നിർത്തിയാലോ? മഴയെ ശാന്തമാകൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് മഴ പെയ്താൽ മതി. അപ്പോൾ തുണിപ്പന്ത് കൊണ്ട് കളിച്ചിട്ടുണ്ട്. അതായത് തുണികളൊക്കെ കൂട്ടി യോജിപ്പിച്ച്, അതായത് തുന്നി അങ്ങനെ തുണിപ്പന്ത് കൊണ്ട് കളിച്ചിട്ടുണ്ട്. ഈ തുണിപ്പന്തിൻ്റെ ആ ഇഴയെടുപ്പ് വിട്ടുപോയി നോക്കിയേ, ആ തുണിപ്പന്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകൂ അല്ലേ? ഇതുപോലെയാണ് ജീവിതം. അതായത് മാതാപിതാക്കന്മാർ തമ്മിലുള്ള ഇഴയെടുപ്പം അകന്നുപോയാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. സഹോദരങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പം നഷ്ടപ്പെട്ടു പോയാൽ ആ ജീവിതത്തിന്റെ ഭംഗി നഷ്ടപ്പെടും. മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ഇഴയെടുപ്പം അകന്നുപോയാൽ അല്ലേ, ആ ജീവിതത്തിന്റെ ഭംഗി നഷ്ടപ്പെടും. പക്ഷെ പരിശുദ്ധനായ മോർഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മധ്യസ്ഥം നമുക്ക് കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് ഇഴയെടുപ്പത്തെ അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലേ? ചിലരോട് വഴക്കാണ് ചിലർക്ക് അല്ലേ?
ചിലർക്ക് വഴക്കാണ്. അയൽവക്കക്കാരോട് മിണ്ടിയിട്ട് നാളുകളായി, സഹോദരങ്ങളുമായിട്ട് മിണ്ടിയിട്ട് നാളുകളായി. അല്ലേ? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:21 മുതൽ പറയുന്നു, കൊല ചെയ്യരുത്. ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവികരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിക്കുന്നവനോ അഗ്നിനരകത്തിന് അവകാശമാകും. ആകയാൽ നീ വഴിപാടർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ബലിപീഠത്തിന്റെ മുൻപിൽ വെച്ച് ഓർമ്മ വന്നാൽ ആദ്യം പോയി നീ സഹോദരനോട് നിരന്നുകൊള്ളുക. അല്ലേ? അതിനുശേഷം വന്ന് നീ ബലിയാണ്. അപ്പൊ വഴക്കോടുകൂടി പെരുന്നാൾ ആഘോഷിക്കരുത്. വഴക്കുണ്ടെങ്കിൽ വഴക്ക് മാറ്റണം. അച്ഛനിക്കും വഴക്കില്ല അച്ഛാ. മിണ്ടാറുണ്ടോ? മിണ്ടാറില്ല അച്ഛാ. വീട്ടിൽ പോകാറില്ല. വഴക്കില്ല എനിക്ക്. അതെന്ത് ജീവിത? നീ നിന്നെ പോലെ നിന്റെ അയലക്കാരനെ സ്നേഹിക്കണം എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു ക്രിസ്തു തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളെ സ്നേഹിച്ചത്. അതുപോലെ വേണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെങ്കിലോടും വഴക്കുണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ആരെങ്കിലോടും വൈരാഗ്യമുണ്ടെന്ന് വിചാരിക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ സഹോദര, യൂദാസിനെ പോലെ 30 വെള്ളിക്കാശിന് ഞാൻ നിന്നെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. പത്രോസ് ലീഗായെ പോലെ 3 പ്രാവശ്യം നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചിട്ട് പെരുന്നാൾ ആഘോഷിച്ചു നോക്കിയേ. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കൂ, നാളെ നിന്റെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. യോശുവയോട് പറഞ്ഞ വാക്കാണ്. നമ്മളിതൊന്നും ചെയ്യാതെ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഒടുക്കത്തെ വൈരാഗ്യം വെച്ചിട്ട് പാടണേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. എന്ത് പ്രാർത്ഥന ഇത്! മിണ്ടിയിട്ട് 3 വർഷമായിന്ന്. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കും. കേൾക്കൂല്ല പ്രിയപ്പെട്ടവരെ. ദൈവം തമ്പുരാൻ മറുപടി തരില്ല. ദൈവം തമ്പുരാൻ പറയും, നിങ്ങളുടെ പെരുന്നാളുകൾ ഞാൻ വെറുക്കുന്നു. ചിലപ്പോൾ 1 ലക്ഷം രൂപ പെരുന്നാൾ നടത്തുന്നുണ്ടാവും, പക്ഷെ വൈരാഗ്യത്തോടു കൂടിയാ പെരുന്നാൾ നടത്തുന്നത്. കഥയില്ല. ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇഴയെടുപ്പം അടുപ്പിക്കേണ്ടത്. ക്രിസ്തു ഇഴയെടുപ്പം അടുപ്പിച്ചു. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്തേഫാനോ സകത പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇഴയെടുപ്പം അടുപ്പിച്ചു. കളയും വിളയും തമ്മിലുള്ള ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇഴയെടുപ്പം അടുപ്പിക്കുകയായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ മാരകമായിട്ടുള്ള വിഷമത്തോടുകൂടെ വന്നപ്പോൾ ഇഴയെടുപ്പം അടുപ്പിച്ചു. ധൂർത്തനായ പുത്രന്റെ ഉപമയിൽ ആ മകൻ തിരിച്ചു വന്നപ്പോൾ ഇഴയെടുപ്പം അടുപ്പിക്കുകയായിരുന്നു. കർത്താവ് ഇഴയെടുപ്പം അടുപ്പിച്ച ചിത്രങ്ങളാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഇന്ന് ഈ വചന ശുശ്രൂഷ ശ്രവിക്കുമ്പോൾ ഇഴയെടുപ്പം അടുപ്പിക്കുവാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ. ഇതിനെ പറയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. കാരണം കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാണ്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. 2, മാനസാന്തരം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ്. തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. തെറ്റ് പറ്റിയാൽ തിരുത്തണം. ഒരിക്കലൊരു സുവിശേഷ സംഘം ഇങ്ങനെ യാത്ര ചെയ്തു പോവാണ്. അപ്പോൾ അവർക്ക് പള്ളി അത്ര വ്യക്തമല്ല. അപ്പോൾ അവരോട് ഒരു വഴിയാത്രക്കാരനോട് വഴി ചോദിച്ചു. അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മുൻവശത്തുള്ള കറുപ്പ സ്കോർപ്പിയോയുടെ പിന്നിക്കൂടെ പോക്കോ, അടുത്ത 4 കൂടി ജംഗ്ഷൻ ചെല്ലുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ പള്ളി എത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ പള്ളിയിലെത്തുമെന്ന് പറഞ്ഞു. ഇവർ വർത്താനം കൊണ്ട് ഈ 4 കൂടി ജംഗ്ഷനൊക്കെ കഴിഞ്ഞു. കറുത്ത സ്കോർപ്പിയോയുടെ പിന്നിക്കൂടെ പോയി. സ്കോർപ്പിയോ ചെന്നത് ബാറിലേക്ക്. വഴി തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? തിരിച്ചു. തിരിച്ചറിവുണ്ടാകണം.
ഇന്ന് തിരിച്ചറിവുകളില്ല നമുക്ക്, അല്ലേ? നമുക്കെല്ലാം അറിയണോരാ, പക്ഷെ എന്തില്ല? തിരിച്ചറിവില്ല. ഒരിക്കലും ഒരാള് ചെവി പൊള്ളിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ പൊന്നു സാർ, ഒന്നും പറയണ്ട, ഞാൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു, ഫോണിൻ്റെ റിസീവർ ആദ്യം വിചാരിച്ച് ചെവിയിലെടുത്ത് വെച്ചാണ്. അപ്പൊ മറുചെവിടിയിലും പൊള്ളിയിരിക്കുന്നു. അപ്പൊ എന്താ പറ്റിയത്? എൻ്റെ പൊന്നു സാർ, ഒന്നും പറയണ്ട, ആ വൃത്തികെട്ടവൻ വീണ്ടും വിളിച്ചു. വീണ്ടും ഞാൻ വെച്ചു. തിരിച്ചറിവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകണം. ഒരിക്കലും ഒരു അച്ഛൻ ഇങ്ങനെ കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ഇവരെ പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് പയ്യന്മാര്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ഒന്ന് പോസ് ചെയ്തു. അപ്പം മുതിർന്ന ആളുകൾ പറഞ്ഞു, മക്കളെ, അച്ഛൻ വഴക്ക് കുറയുമെന്ന് പറഞ്ഞു. അപ്പം അവരങ്ങനെ മിണ്ടാതിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു, കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ പാഴ്സനേജിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിദ്വാൻമാർ ചെന്നു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കുർബാന മറന്നുപോയില്ലേ? മക്കളെ, നിങ്ങളാണ് എൻ്റെ ഗുരു. ഇതൊരു തിരിച്ചറിവാണ്. തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്താൻ തയ്യാറാകണം. ഇന്ന് അങ്ങനെയില്ല. നമുക്ക് അറിവുണ്ട്, പക്ഷെ എന്തില്ല? തിരിച്ചറിവില്ല. നമ്മുടെ ഇവിടെ എപ്പോഴാണ് കുർബാന തുടങ്ങണേ? ഞായറാഴ്ച 7 മണിക്കോ? 6:45 പ്രഭാത നമസ്കാരം, 7:30 കുർബാന. നമ്മളെപ്പോഴും തന്നെ അതൊന്നുമില്ല. ഞങ്ങൾ വരും അച്ഛാ, ഞങ്ങളത് വരും, അല്ലേ? നമുക്ക് അറിവില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടല്ല. കുർബാനയ്ക്ക് എപ്പോഴെങ്കിലും പോയാൽ പോരെ, അല്ലേ? നമുക്ക് എന്തില്ല? തിരിച്ചറിവില്ല. കണ്ടോ, ഒരു കാലഘട്ടത്തിൽ ഈ ദേവാലയം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പേര് പ്രയത്നിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇങ്ങനെ ഒരു ദേവാലയം നമുക്കുണ്ടായത്. ഇവിടെയുള്ള ആളുകളുടെ കണ്ണുനീരും ദുഃഖവും കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ദേവാലയമാണ് ഈ ദേവാലയം. ആ ദേവാലയത്തിലേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട്. ഉണർവ്, അതായത് രാവിലെ തന്നെ പ്രഭാതത്തിൽ ഉണർന്ന് എത്ര പേര് ദാഹത്തോടു കൂടെ വരും? ഇപ്പം ഈ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് എത്ര പേര് വരുമെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചോക്കട്ടെ. കേൾക്കും പ്രിയപ്പെട്ടവരെ, പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം സാക്ഷ്യമായി തീരേണ്ടത്. അന്ന് അച്ഛനെ 7:30 കുർബാന പ്രാർത്ഥന വെച്ചാൽ പോരെ, അല്ലേ? നമ്മൾ ഉത്സാഹത്തോടുകൂടെ വരണം. അങ്ങനെ ഉത്സാഹത്തോടുകൂടെ വന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടും. സദൃശവാക്യം 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കൂ, അവൻ വൃദ്ധനായാലും. നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ ഇവർ വരുള്ളൂ. നമ്മൾ 7:30, 7:45, 8 മണിക്കും വന്നാൽ ഇവര് 9 മണിക്ക് വരുമെന്ന്. കണ്ടോ, ഇവിടെയാണ് തിരിച്ചറിവുണ്ടാകേണ്ടത്. തെറ്റ് പറ്റിയോ തിരുത്താൻ തയ്യാറാകണം. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര കുടുംബത്തിൽ മനസ്സിൽ ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ചേ, എത്ര വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥന? കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അപകടം പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന നിരന്തരമായും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകണം. ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു, അതിരാവിലെ തിരുസന്നിധി അണയും നൂരി സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ യേശു പരനെ. ഇവിടെയുള്ള ഒറ്റ ആളും പാടിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് പാടിയേ? നിങ്ങളുടെ മാതാപിതാക്കന്മാർ പാടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പാടാറില്ല, അതുകൊണ്ട് ഇവര് കേട്ടിട്ടില്ല. കണ്ടോ,
ഇവിടെയാണ് തിരുത്തേണ്ടത്. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നോക്കിയേ, നമ്മുടെ വീട്ടില് ഭയങ്കരമായ ദൈവകൃപ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുണ്ടാകും. ഒരുമിച്ചിരുന്നുള്ള സംസാരം വീട്ടിലുണ്ടോ? ഒരുമിച്ചിരുന്നുള്ള സംസാരം ഭാര്യയും ഭർത്താവും മാതാപിതാക്കന്മാരും മക്കൾ ഒരുമിച്ച് സംസാരിക്കാറുണ്ടോ? 4 പേരുടെ കയ്യിലുണ്ടാകും അല്ലേ? ഒരുമിച്ചിരുന്നുള്ള സംസാരം ഇല്ല. ഇവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിപ്പുണ്ടോ? ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒരാൾ ടിവിയുടെ മുൻപിൽ, ഒരാൾ മൊബൈൽ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. കണ്ടോ? നമുക്ക് ദൈവം തരുന്ന ദാനമാണ് ഭക്ഷണം. ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെയും മനോഗണത്തെയും ഓർത്ത് നിന്റെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആമീൻ. കഴിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമോ, കർത്താവേ, നിന്റെ കൃപയും വാഴും നിമിത്തം നിനക്ക് സ്തുതി, ഞങ്ങളെ തീറ്റി തൃപ്തിപ്പെടുത്തിയ നിനക്ക് സ്തുതി, നിനക്കുള്ളിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് നിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അങ്ങനെ കഴിച്ചു നോക്കി. ഇത് കിട്ടണവരടിച്ചു കയറ്റാ. സംഭവം മുൻപിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും അടിച്ചങ്ങോട്ട് കയറ്റും. എന്നിട്ട് നോക്കിയേ, ഇല്ലാത്ത അസുഖങ്ങളുണ്ടോ? പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ, ഗ്യാസ്, പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ എന്ന് വേണ്ട എല്ലാ രോഗങ്ങളും ഉണ്ട്. തമ്പുരാനോട് നന്ദി പറഞ്ഞ് കഴിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. തിരുത്തുവാൻ തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ. മാനസാന്തരം എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. തെറ്റ് പറ്റിയാൽ തിരുത്തണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇന്നു മുതൽ ഇന്ന് വരെ, ഈ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത് കേട്ടത് മുതൽ പ്രിയപ്പെട്ടവരെ കൗണ്ട് ഡൗൺ തുടങ്ങി. നമ്മളിത് അനുവർത്തിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. തെറ്റുപറ്റിയാൽ തിരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. മാനസാന്തരപ്പെട്ട വ്യക്തിയുണ്ട്, മാനസാന്തരപ്പെട്ട കുടുംബങ്ങളുണ്ട്, മാനസാന്തരപ്പെട്ട രാജ്യമുണ്ട്. മാനസാന്തരപ്പെട്ട വ്യക്തി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നുണ്ട്. സക്കായി അല്ലേ? സക്കായിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് പൊക്കം കുറഞ്ഞവനാണ്, ചുങ്കം പിരിവുകാരനാണ്, അതോടൊപ്പം തന്നെ ധനികനാണ് അല്ലേ? ധനികനാണ്. ആ മനുഷ്യൻ ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് കർത്താവ് അതുവഴി കടന്നു വരുന്നത് അല്ലേ? അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. അവനോട് പ്രസംഗിച്ചോ? അവനോട് വചന ശുശ്രൂഷ നടത്തിയോ? ധാർമ്മിക ഉപദേശം കൊടുത്തോ? ഇല്ല. അവനോട് പറഞ്ഞു, മോനെ, നിന്റെ കുറവ് എനിക്കറിയാടാ, നിന്റെ പോരായ്മ എനിക്കറിയാം, നിന്റെ കുറവിനെ ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ പോരായ്മ അംഗീകരിക്കുന്നു, അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്നു അല്ലേ? ഇന്ന് നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുറവുകൾ അല്ലേ? ജീവിത പങ്കാളിയുടെ കുറവ് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, മനുഷ്യനേകനായിരിക്കുന്നല്ല, ഞാൻ തക്കതായ തുണയെ നൽകും. ആണോ? തക്കതായ തുണേനെയാണ് കിട്ടിയേക്കണേ. ഒന്നും പറയണ്ട അച്ഛാ, എല്ലാം കഴിഞ്ഞു അല്ലേ? പെട്ടു. പിന്നെ അങ്ങോട്ട് പോവാണ്, ഒരു കണക്കിന് അങ്ങോട്ട് പോവാ. ഇവിടെയുള്ളൊരു അതായത് രഹസ്യമായിട്ട് എന്നോട് പറയുന്നുണ്ട്, അച്ഛാ ചാലക്കുടിയിൽ ഇതിലെങ്ങനെ മാറ്റിയെടുക്കാൻ വല്ല അവസരമുണ്ടോ എന്ന്. ഒരു അവസരമില്ല. പെട്ടു അല്ലേ? ഈ പരിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ വെച്ചുകൊണ്ട് നമ്മളെ ഒന്നാക്കി ചേർത്തു അല്ലേ? ഒന്നാക്കി ചേർത്തു. ഇനി നിങ്ങൾ രണ്ടല്ല, ഒന്നാണ് അല്ലേ? ദൈവം ഒരുമിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് അല്ലേ? ദൈവമാണ് തന്നത് അല്ലേ? ദൈവമാണ് തന്നത്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിത പങ്കാളിനെ നമ്മൾ സ്നേഹിക്കണം.
നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് സ്നേഹമാണോ, ഇഷ്ടമാണോ? നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് സ്നേഹമാണോ, ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു പൂവിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ, സ്നേഹമാണോ? പൂവിനോട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് പൊട്ടിക്കുന്നതും തലയിൽ ചൂടുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നതും. 2 ദിവസം കഴിയട്ടെ, ഈ പൂവിൻ്റെ ഭംഗി പോകും, അത് വാടും. അപ്പോൾ എന്തു ചെയ്യും? വേസ്റ്റ് ബോക്സിലേക്ക് ഇടും, അല്ലേ? പക്ഷെ സ്നേഹമാണെങ്കിലോ ആ പൂവിനെ നമ്മൾ പൊട്ടിക്കില്ല. അതിനെ നമ്മൾ എന്തു ചെയ്യും? പരിലാളിക്കും. അതിന് വെള്ളമൊഴിച്ചു കൊടുക്കും, അതിന് വളമിട്ട് കൊടുക്കും, അതിൻ്റെ കുറവിനെ നമ്മൾ മനസ്സിലാക്കും, അതിനെ പരിലാളിക്കും, അതിനെ സ്നേഹിക്കും. ഇതുപോലെ വേണം നമ്മുടെ ജീവിത പങ്കാളിനെ നമ്മൾ സ്നേഹിക്കണം. ഇതിനെ പറയുന്ന പേരാണ് അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥയില്ലാതെ നമ്മുടെ ജീവിത പങ്കാളിനെ സ്നേഹിക്കണം. അച്ഛന് പറയാം, വീട്ടിലേക്ക് പറഞ്ഞു തരാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളി എന്തെങ്കിലും നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ, ഇത് ചെയ്യണ്ടെന്ന് അനുഭവിക്ക്, അല്ലേ? പലപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലേ? എത്ര നല്ല കല്യാണാലോചന വന്നതെന്നാലും എൻ്റെ ജീവിതം പെട്ടു, അല്ലേ? ഈ പിറുപിറുപ്പാണ്. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം യോജിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് 1 ശമൂവേൽ 1-ാമത്തെ അധ്യായത്തിൽ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 1 ഹന്നായും 2 പെനിന്നായും. ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല, പെനിന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഹന്നായുടെ പ്രയാസം കണ്ടുകൊണ്ട് ഈ എൽക്കാന പറഞ്ഞു, നീ എന്തിനടി വിഷമിക്കണേ? 10 പുത്രന്മാരെക്കാൾ ഞാനുണ്ടല്ലോ. 10 പുത്രന്മാരെക്കാൾ ഞാനുണ്ടല്ലോ. നമ്മുടെ ജീവിത പങ്കാളി പ്രയാസപ്പെടുമ്പോൾ പറയാൻ പറ്റണം, ഞാനുണ്ട്. അല്ലാതെ ബന്ധു ഹർത്താലായിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കരുത്. ഇവിടെയാണ് നമ്മുടെ ജീവിതം മാതൃകയാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. അത് എങ്ങനെയാണ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റിയത്? അവിടെ പറയുന്നു, ഏതൊരുവന് ഞങ്ങൾ അപഹരിച്ചിട്ടുണ്ടോ അത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും, എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രം കൊടുക്കും. ഉടനടി അവൻ ആക്ഷൻ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാവണം. നമ്മുടെ മക്കളുടെ കുറവുകളെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവിനെ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ അവരെ സ്നേഹിക്കാൻ പഠിച്ചു നോക്കിയേ ഭയങ്കരമായിട്ടുള്ള ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇനി ലുദിയായുടെ കുടുംബമായി മാനസാന്തരപ്പെട്ടവരുണ്ട്. വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ ലുദിയായുടെ മാനസാന്തരം. ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു, അവൾ മാനസാന്തരപ്പെട്ടു. യൂറോപ്പിൽ ആദ്യത്തെ മിഷണറി ആയിട്ട് മാറി. ലുദിയ മാനസാന്തരപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടു. കണ്ടോ, അവരുടെ കുടുംബമായിട്ടാണ് മാനസാന്തരപ്പെട്ടത്. അവസാനം നിനവേ പട്ടണം മാനസാന്തരപ്പെട്ടു. യോന നിനവേക്കെതിരെ പ്രസംഗിച്ചു. ഈ പട്ടണം 40 ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കപ്പെടും. അപ്പോൾ അവരെന്താ പറഞ്ഞത്? നീ വലിയ വർത്താനൊന്നും പറയാൻ വരണ്ട, ഞങ്ങളിതൊക്കെ എത്ര കേട്ടേക്കണം, അതുകൊണ്ട് നീ പൊക്കോളാൻ പറഞ്ഞോ? ഇല്ല. അവർ യോന പറഞ്ഞത് കേട്ടു, അത് അംഗീകരിച്ചു. അവർ എന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കണ്ടോ, ഈ 2 ദിവസങ്ങൾ നിങ്ങൾ വചനം കേട്ടു, അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരസ്കരിക്കാം. ഇത് എത്ര കേട്ടേക്കിടും, ഇനിയുണ്ടല്ലോ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ നാളത്തെ ദിവസം നമുക്ക് സ്വന്തമല്ല കേട്ടോ, നാളത്തെ ദിവസം സ്വന്തമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ അവിടുത്തെ നിനവേ നിവാസികൾ മാത്രമല്ല, അവിടുത്തെ രാജാവും അവരുടെ വസ്ത്രം ഉപേക്ഷിച്ച് ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് കൊടുക്കാനിരിക്കുന്ന ശിക്ഷ പിൻവലിച്ചു. കണ്ടോ, വ്യക്തിയുടെ മാനസാന്തരം കണ്ടു, കുടുംബത്തിൻ്റെ മാനസാന്തരം കണ്ടു, പിന്നെ രാജ്യത്തിൻ്റെ മാനസാന്തരം കണ്ടു. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടെ പുനർവിചിന്തനം നടത്താം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റീകളക്ട് ചെയ്യാം. ആദ്യം പറഞ്ഞത് തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കണം. 2, കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. 3, കണ്ണ് തുറന്നിരിക്കണം, അല്ലേ? കണ്ണ് തുറന്നിരിക്കണം. ആരും ഉറങ്ങിയില്ല എന്നാണ് അച്ഛൻ്റെ വിചാരം. ഇനി സൈഡിലിരിക്കണവർക്ക് പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവിടെയുള്ളവർ ഉറങ്ങിയില്ല എന്നാണ് അച്ഛൻ കരുതുന്നത്, അല്ലേ? എല്ലാവരും കേട്ടിരുന്നു. പിന്നെ പറഞ്ഞത് എന്താണ്? പെരുന്നാൾ എന്ന് പറയുന്നത് വഴിവിളക്കുകളാണ്. ഇരുൾ വീണ വഴികളിൽ വഴിതെളിക്കുന്ന വാൽനക്ഷത്രങ്ങളാണ് പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ.
ഓരോ വിശുദ്ധൻ്റെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ സാദൃശ്യം പേറി ജീവിച്ചവരാണ് ഓരോ വിശുദ്ധന്മാരും. ആ വിശുദ്ധന്മാരുടെ ഓർമ്മ മുറതെറ്റാതെ നമ്മൾ പെരുന്നാളുകളായിട്ട് ആഘോഷിക്കുന്നു. പെരുന്നാളുകൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ബാഹ്യമോടികളിലല്ല പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. നമ്മൾ ആന്തരികമായിട്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായം ദാവീദിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദൈവം എവിടെയാണ് നോക്കണത്? ഹൃദയത്തെ നോക്കുന്നു. കണ്ടോ? ദൈവം ഹൃദയത്തെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ ദൈവവചനം കേൾക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തെ ആധാരമാക്കി പറഞ്ഞു ദൈവവചനം കേൾക്കണം. കേട്ടിട്ട് നമ്മുടെ നടപ്പും പ്രവൃത്തിയൊക്കെ പരിശോധിക്കപ്പെടണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുക. അതിനുശേഷം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം പറഞ്ഞു നമ്മുടെ തല മുതൽ കാല് വരെ പഴുപ്പും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനെ ഞെക്കിക്കളഞ്ഞ് അതിനെ എണ്ണ പുരട്ടി ശമിപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് ദൈവവചനം കേട്ട ഒരാളെ കുറിച്ച് നമ്മൾ കണ്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. നിക്കോദിമോസ്. ആരായിരുന്നു നിക്കോദിമോസ്? പ്രമാണിയായിരുന്നു, ഒരു മതനേതാവായിരുന്നു, അതോടൊപ്പം തന്നെ അനേകം ക്വാളിഫിക്കേഷനുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തോടാണ് യേശു തമ്പുരാൻ പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം വീണ്ടും ജനിച്ചോ? പുതുതായി ജനിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നതും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കബറടക്ക സമയത്ത് വരെ പിൻപറ്റിയതും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറയുന്ന പേരാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവാണ്. തെറ്റ് പറ്റിയാൽ തിരുത്താൻ തയ്യാറാകണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ഒരുമിച്ചുള്ള സംസാരം, നമ്മുടെ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പ്, നമ്മുടെ പള്ളിയിലേക്കുള്ള ആരാധന സംബന്ധം, ഇവിടെയൊക്കെ തിരുത്തപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. സഹോദരങ്ങളായിട്ടുള്ള ബന്ധം, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം, അയൽവക്കക്കാരും തമ്മിലുള്ള ബന്ധം, വാശിയോടെ വൈരാഗ്യത്തോടെ വിദ്വേഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഇടയാകരുത്. നമ്മൾ രമ്യതയുടെ അനുഭവത്തിലേക്ക് ഉണ്ടാകണം. മാനസാന്തരപ്പെട്ട വ്യക്തിയെക്കുറിച്ച് കണ്ടു. ആരാണ്? സക്കായി. സക്കായിയുടെ ജീവിതത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി കർത്താവ് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. നമ്മുടെ വീട്ടിലേക്കും കർത്താവ് വരും. ഇവിടെ നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കി സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം. അഗാപ്പയാണ്, ഫിലയോ അല്ല, അഗാപ്പെ. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. കുടുംബങ്ങളുടെ മാനസാന്തരം, ലുദിയായുടെ മാനസാന്തരം, പിന്നെ കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം. ഏറ്റവും അവസാനം പറഞ്ഞു നിനവയുടെ മാനസാന്തരം. അല്ലേ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുള്ളവർക്കും മനസ്സിലാവാത്തവർക്കും ഒരു കാര്യം കൂടെ പറഞ്ഞച്ച നിർത്തും. ഇപ്പം നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം താഴെയുണ്ടെന്ന് അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ചോ? വിചാരിച്ചു. അപ്പോൾ പൊറോട്ടയും ചിക്കനുമാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ താമസിക്കുന്നത് 10ാമത്തെ നിലയിലാണെന്ന് വിചാരിക്കുക. ഫ്ലാറ്റ് സ്കൈലൈൻ്റെ 10ാമത്തെ നിലയിലായിരിക്കുകയാണ്. അവിടെ 3 ബെഡ്റൂം, അതായത് അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം, പിന്നെ 2 അടുക്കള, പിന്നെ എന്ന് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായിട്ടുള്ളൊരു ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, പരിചയപ്പെട്ട് അങ്ങനെ കാരണം എല്ലാവരെയും വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് കാരണം നന്നായി കഴിച്ചു. അങ്ങനെ നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ലിഫ്റ്റിൻ്റെ അടുത്ത് ചെന്നു. ലിഫ്റ്റിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ എന്ത് ചെയ്യും? സെക്യൂരിറ്റിനെ വിളിച്ചു. ഇവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യണല്ലോ, എന്താ പറ്റിയേ? 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി അത് ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ നിൽക്കുമോ? ശരി, നന്നാക്കിയിട്ടേ കയറണുള്ളൂ. ചിന്തിക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് കയറും അല്ലേ? ഈ മക്കളെയും കൊണ്ട് നമ്മൾ 5ാമത്തെ നില ചെന്നപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു. അവിടെ നിന്നു. വീണ്ടും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ 10ാമത്തെ നിലയിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ചെന്നു. അങ്ങനെ കതകിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വേർത്ത് കുളിച്ചു. കാരണം മഴ പെയ്തതിൻ്റെ ആ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ താക്കോല് നോക്കി. അയ്യോടി, താക്കോല് നിൻ്റെ കയ്യിലല്ലേ തന്നേ? അയ്യോ അച്ചായ, കാറിലിരിക്കണേ.
അപ്പോഴറിയാം മാനസാന്തരം എത്ര പേർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 10ാമത്തെ നിലയിൽ ചെല്ലുന്ന താഴത്തേക്ക് പോരുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലേ? ഒരു വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു മക്കളെ? ഫലത്തിൽ നിന്നാണല്ലേ. അതായത് ചക്ക കാണുമ്പോൾ അത് പ്ലാവാണെന്ന് മനസ്സിലാവും, തേങ്ങ കാണുമ്പോൾ തേങ്ങ എന്ന് മനസ്സിലാവും, മാങ്ങ കാണുമ്പോൾ മാവാന്ന് മനസ്സിലാവും. നമ്മളെയോ? ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എത്രയുണ്ട്? 9 ഇത് എപ്പോഴും സംഭവം പുറത്തേക്ക് വരില്ല. പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഇരിക്കുമ്പോൾ എല്ലാവരും ഡീസൻ്റാ, പുറത്തേക്ക് ഇറങ്ങട്ടെ. അതുകൊണ്ടല്ലേ താബോർ മലയിലെ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് പത്രോസ് സ്ലീഹായി, യാക്കോബ് സ്ലീഹായി, യോഹന്നാൻ സ്ലീഹായി പറഞ്ഞു, ഗുരു നമുക്ക് 3 കൂടാരം ഇവിടെ അടിക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നമുക്ക്. ഇവിടെ അങ്ങോട്ട് കൂടാം, മഴയൊക്കെ അല്ലേ, ഇവിടെ അങ്ങോട്ട് കൂടാം. പക്ഷെ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? താഴേക്കാണ് പോകേണ്ടത്. പ്രതിസന്ധിയുടെ ഇടങ്ങളിലേക്കാണ് പോകേണ്ടത്. വഴക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രശ്നത്തിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറേണ്ടത്. അതാണ് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദാ കാണിച്ചെന്നത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ പിന്തുടർന്നവനാണ് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദാ. അതുകൊണ്ടാണ് ആ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത നമ്മുടെ ഇടവക, നമ്മുടെ ദേശം മുഴുവനും ആഘോഷിക്കുന്നത്. അങ്ങനെ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ. നമുക്ക് ധീരതയോടുകൂടെ നമുക്ക് നിലകൊള്ളാം. അനീതിക്കെതിരെ നമുക്ക് നിലകൊള്ളാം. അധാർമികതയ്ക്കെതിരെ നമുക്ക് നിലകൊള്ളാം. നമുക്ക് ഏറ്റവും മറ്റുള്ളവരുടെ മുൻപിൽ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, കേട്ട വചനം പാഴായി പോകാതെ വഴിയരികിൽ വീണ വിത്തിനെ പോലെയോ മുള്ളിനിടയിൽ വീണ വിത്തിനെ പോലെയോ പാറമേൽ വീണ വിത്തിനെ പോലെ ആകാതെ നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ കർത്താവെ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറുവാൻ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഞങ്ങൾക്ക് തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരു നല്ല വിശുദ്ധനാകാൻ, നല്ല വിശുദ്ധയാകാൻ കർത്താവ് കൃപ നൽകണമേ. പരിശുദ്ധ റൂഹായുടെ ശക്തിയെ നയിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം ദൈവവചനം പറയുവാൻ ദൈവകൃപ തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ദൈവം തന്നതല്ലാതെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവം ചൊരിഞ്ഞു തന്ന കൃപയാണ്. അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ കൺവെൻഷന് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ബേസിൽ അച്ഛനോട്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരോടും അച്ഛൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകാംഗമായ റജിമോൻ അച്ചായനാണ് എന്നെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തത്. പ്രിയപ്പെട്ട അച്ചായനോടും കുടുംബത്തോടുള്ള നന്ദി പറയുന്നു. കേട്ടിരുന്ന നിങ്ങളെ ഏവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുമോ? അതെങ്കിലും പറ. ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എന്ത് ചോദ്യം അച്ഛാ അല്ലേ? അപ്പം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും കൂടി പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.